നമസ്കാരം. കൽഡായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. പരിശുദ്ധ പിതാവായ മാർ ആവ മൂന്നാമൻ പാത്രിയാർക്കൽ ഭദ്രാസനത്തിലെ ബിരുദധാരികളെ തന്റെ അരമനയിൽ സ്വീകരിച്ച് അഭിനന്ദനങ്ങൾ നേർന്നു. പരിശുദ്ധ പോപ്പ് ലിയോ 14-ന്റെയും പരിശുദ്ധ മാർ ആവ മൂന്നാമന്റെയും ചരിത്രപരമായ കൂടിക്കാഴ്ച വത്തിക്കാനിൽ. ദശാംശം ദൈവത്തിന്റെ വക മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത. കൂദാശേത്ത പെരുന്നാൾ അഥവാ സഭാ ശുദ്ധീകരണ പെരുന്നാൾ 2025 ഒക്ടോബർ 31, നവംബർ 1-2 തീയതികളിൽ. വാർത്തകൾ വിശദമായി. പരിശുദ്ധ മാർ ആവ മൂന്നാമൻ പിതാവിന്റെ പാത്രിയാർക്കൽ ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള ബിരുദധാരികളെ സ്വീകരിച്ചു. 2025 ഒക്ടോബർ 24 വെള്ളിയാഴ്ച സംഘടിപ്പിച്ച ചടങ്ങിൽ പരിശുദ്ധ പിതാവ് അവർക്ക് പാത്രിയാർക്കൽ അനുഗ്രഹം നൽകി. അവരുടെ അക്കാദമിക് വിജയത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകളും നേർന്നു. വിജയം കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണെന്നും വിജയത്തിന്റെ ഫലങ്ങൾ വ്യക്തിക്ക് മാത്രമല്ല സമൂഹത്തിനും ഗുണം ചെയ്യുന്നവയാകണമെന്നും അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങൾ തങ്ങളുടെ അറിവും കഴിവും പരിശുദ്ധ സഭയ്ക്ക് സേവനത്തിനായി വിനിയോഗിച്ച് മറ്റുള്ളവർക്കും ഫലം പകരുന്ന ഫലവൃക്ഷം പോലെ ജീവിക്കുക എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വത്തിക്കാനിൽ പരിശുദ്ധ കാത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് ലിയോ 14-നെ പരിശുദ്ധ കാത്തോലിക്ക പാത്രിയാർക്കീസ് മാർ ആവ മൂന്നാമൻ തിരുമേനിയും പരിശുദ്ധ സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രതിനിധി സംഘം സന്ദർശിച്ചു. ചിക്കാഗോയുടെ നോർത്ത് സൈഡ് വിശ്വാസികൾ ആദരവപൂർവ്വം തയ്യാറാക്കിയ പ്രത്യേക കപ്സ്, ജേഴ്സിയും ക്യാപ്പും ഈ സന്ദർശനത്തിൽ പരിശുദ്ധ പിതാവിനെ സമർപ്പിച്ചു. പോപ്പ് ഈ സമ്മാനം അതിയായ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിൽ വളരെയധികം ആനന്ദം പ്രകടിപ്പിക്കുകയും ചെയ്തു. വത്തിക്കാനിലെ അപ്പോസ്തോലിക് പാലസിൽ കിഴക്കിന്റെ അസീറിയൻ സഭയുടെ കാത്തോലിക്കോസ് പിതാവായ മാർ ആവ മൂന്നാമനെ പരിശുദ്ധ കാത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് ലിയോ 14 ഔപചാരികമായി സ്വീകരിച്ചു. 2025 ഒക്ടോബർ 27 തിങ്കളാഴ്ച 2 സഭാ തലവന്മാരും തമ്മിലുള്ള ആദ്യത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയായിരുന്നു ഇത്. മാർ ആവ മൂന്നാമനോടൊപ്പം മാർ മിലീസ് സയ്യ, മാർ ഓഗിൻ കുര്യാക്കോസ്, മാർ അബ്രിസ് യുക്കന്നാൻ, മാർ ഔറഹാം യുക്കാനീസ്, മാർ ഏലിയ ഐസക് എന്നിവരും പങ്കെടുത്തു. 2 സഭകളുടെയും ആന്തരിക ബന്ധങ്ങളുടെ ചരിത്രം, കിഴക്കിന്റെ അസീറിയൻ സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യം, ഇറാഖിലെ സ്വദേശീയ സഭയായുള്ള അവസ്ഥ, അതുപോലെ പ്രവാസത്തിലെ സേവന മിഷൻ എന്നിവയെക്കുറിച്ച് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. 1994 പോപ്പ് ജോൺ 2-നും പാത്രിയാർക്കീസ് മാർ ദിൻഹ 4-നും ഒപ്പുവെച്ച ക്രിസ്തുവിശ്വാസ പ്രഖ്യാപനത്തിന്റെ ചരിത്ര പ്രാധാന്യം അദ്ദേഹം ഉദ്ധരിച്ചു. പോപ്പ് ലിയോ 14 ഒരു ദിവസം ഇറാഖ് സന്ദർശിക്കണമെന്ന ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു. 2025 ഒക്ടോബർ 28 ചൊവ്വാഴ്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ നേതാക്കളോടൊപ്പം പരിശുദ്ധ പാപ്പ ലിയോ 14 മുഖ്യാതിഥിയായി പങ്കെടുത്ത റോമിലെ സെന്റ് എജിഡിയോ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊലോസിയത്തിൽ സംഘടിപ്പിച്ച 39ാമത് അന്തർദേശീയ സമാധാന സമ്മേളനത്തിൽ പരിശുദ്ധ മാർ ആവ മൂന്നാമൻ പങ്കെടുത്തു. 2025 നവംബർ 9 സഭയായി ദശാംശ തിരുനാൾ ആചരിക്കുന്നു. ബൈബിൾ അടിസ്ഥാനമാക്കി ദശാംശം ദൈവത്തിന്റെ വകയാണെന്നും വിശ്വാസികളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആത്മീയ വളർച്ചയും ദശാംശത്തിന്റെ അനുസരണത്തിലാണെന്നും അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തന്റെ ലേഖനത്തിൽ അറിയിച്ചു. സഭയുടെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മിഷൻ സേവനങ്ങൾ, സാമൂഹ്യ സേവനങ്ങൾ തുടങ്ങിയവ ദശാംശത്തിൽ നിന്ന് ലഭിക്കുന്ന സംഖ്യകൾ കൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ദശാംശം വ്യക്തിപരമായ സംഭാവനയല്ലെന്നും മറിച്ച് ദൈവത്തിന്റെ ഉടമസ്ഥയിലുള്ളതിനാൽ അത് വിശ്വാസികൾ ആത്മാർത്ഥതയോടുകൂടി സമർപ്പിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഭാംഗങ്ങളുടെ സാമ്പത്തിക പ്രതിബദ്ധതയും ദൈവത്തോടുള്ള കടപ്പാടും ദശാംശം വഴി പ്രകടമാക്കണമെന്ന സന്ദേശത്തോടെയാണ് മെത്രാപ്പൊലീത്തയുടെ ലേഖനം അവസാനിക്കുന്നത്. സഭാ ശുദ്ധീകരണ പെരുന്നാളിന്റെ കൊടികയറ്റം 2025 ഒക്ടോബർ 26 ഞായറാഴ്ച മാർത്തുമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അസിസ്റ്റന്റ് വികാരി റവറൻ ഡെൽമിൻ ഡേവിസ് കശീശ നിർവഹിച്ചു. സഭയുടെ 211ാമത് കൂദാശേത്ത പെരുന്നാൾ അഥവാ സഭാ ശുദ്ധീകരണ പെരുന്നാൾ 2025 ഒക്ടോബർ 31, നവംബർ 1-2 തീയതികളിൽ തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിൽ ആചരിക്കും. മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തിരുനാൾ ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത എമിറേറ്റസ് ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യമാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യപ്രസംഗകനായിരിക്കും. കൂദാശേത്ത കൺവെൻഷൻ ഒക്ടോബർ 29, 30, 31 തീയതികളിൽ ബുധൻ, വ്യാഴം, വെള്ളി തീയതികളിൽ നടക്കും. കുരിയച്ചിറ മാർ മാറിസ്ലിഹ പള്ളിയിലെ കുടുംബ കൂട്ടായ്മയായ വാർഡ് ഡേ 2025 ഒക്ടോബർ 19 ഞായറാഴ്ച സംഘടിപ്പിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വികാരി ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ
ഇടവകയുടെ പതാക ഉയർത്തിക്കൊണ്ട് വാർഡ് ഡേക്ക് തുടക്കം കുറിച്ചു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ കലാകായിക മത്സരങ്ങൾ നടത്തി വിജയികളെ കണ്ടെത്തി. വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ കൈക്കാരൻ ശ്രീ ഡേവി മംഗലം എല്ലാവരെയും സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട വികാരി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സഹവികാരി ഫാദർ CD ഫ്രാൻസിസ്, സംഘടനാ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്നു. കൈക്കാരൻ ശ്രീ മൈജോ പോൾ നന്ദി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ വിജയം നേടിയവരെ തദവസരത്തിൽ അനുമോദിച്ചു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളി ഇടവക മുഖപത്രമായ പാരിഷ് പൾസിന്റെ സെപ്റ്റംബർ-ഒക്ടോബർ ലക്കം ഒക്ടോബർ 26 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി റവറൻ ഫാദർ ജാക്സ് ചാണ്ടി കശീശയും അസിസ്റ്റന്റ് വികാരി റവറൻ ബിനോയ് നിരപ്പത്ത് കശീശയും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. എഡിറ്റർ ടോമി ജോസ് മണ്ണുത്തി, സബ് എഡിറ്റർ ജോഷി ആന്റണി, കൈക്കാരന്മാരായ തിമത്തി മാളിയേക്കൽ, വർഗീസ് തേക്കാനത്ത്, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ലക്കം ബൈബിൾ ക്വിസ് വിജയി ശ്രീമതി ലിജി സന്തോഷ് വികാരിയിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങി. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. പുതിയ അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.